തെറ്റ് പറ്റിയാൽ തിരുത്തുക, അത് വലിയൊരു കാര്യമാണ്. അത് സ്വീകരിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. തൊപ്പി അയാളുടെ നിലപാട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്, അത് സ്വീകരിക്കുന്നു. അത് മനസാക്ഷിയുടെ കോടതിയിൽ നിന്നാണോ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ വൈകാരികമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പേടിച്ചിട്ടാണോ എന്നുള്ളത് അയാളുടെ മനസ്സിൽ അയാളിൽ മാത്രമായി അത് ഒതുങ്ങട്ടെ. എന്റെ ചോദ്യം അതല്ല, മറ്റൊരു കാര്യമാണ്. ഒരു വീഡിയോ കാണാം, അത് കണ്ടിട്ട് തൊപ്പിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. മനസ്സിലാവും. പെട്ടെന്ന് എനിക്കൊരു സത്യം പറഞ്ഞാൽ ഞാൻ പേടിയുണ്ടായി. ഞാൻ പേടിച്ചു, ശരിയാണ്, ഞാൻ പേടിച്ചു. ഓക്കെ, പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. ഈ പുള്ളീനെ വെറുപ്പിച്ച എനിക്ക് ഡേഞ്ചറാണെന്നല്ലോ. മീൻസ് എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വലിയ പേടിക്കാനില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ റിയൽ ലൈഫിൽ ആൾക്കാരായിട്ട് കണക്റ്റഡ് ആണ്, അതും പവർഫുൾ പീപ്പിളായിട്ട് ഞാൻ കണക്റ്റഡ്. ഇവന്മാരെന്നല്ല, അതിൽ ഒരാളെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ പുള്ളീനെ വെറുപ്പിച്ച് എനക്കെന്തെങ്കിലും ഇതായി പോകുന്നുള്ള പേടി എനിക്കവിടെ വന്നു. അല്ലാണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ ഒരിക്കലും എനിക്ക് ഒരു മുസ്ലിമിന് ഞാൻ ഒറ്റ കാര്യം. നിന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആ പവർഫുൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? അയാൾ ഇസ്രയേലിനെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ പിന്തുണച്ചോട്ടെ തൊപ്പി. പക്ഷെ നീ ഇസ്രയേലിനെതിരെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ അയാൾ ആരാണ്? അത് കേൾക്കാൻ നിനക്ക് എന്ത് ഉത്തരവാദിത്തമുണ്ട്? നീ പറയുന്നുണ്ട് ഞാൻ എങ്ങാനും സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ നിലനിൽപ്പ് തന്നെ അയാൾ ഇല്ലാതാക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വർഗീയവാദി ആരാണ്? അല്ലെങ്കിൽ നീ ഉണ്ടാക്കി പറഞ്ഞൊരു കഥയാണോ? അതല്ല എങ്കിൽ ആ പവർഫുൾ വ്യക്തി ആരാണ് എന്ന് പൊതുസമൂഹത്തോട് പറയാനുള്ള ഉത്തരവാദിത്തം നിനക്കുണ്ട്. അതെന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ പിൻപറ്റുന്ന ഒരു വലിയ വിഭാഗം കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് മുന്നിൽ ഒരു പവർ സോഴ്സിനെ കാണിച്ചുകൊണ്ട് നിലപാട് പണയപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം കൂട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് പാടില്ലാത്ത കാര്യമാണ്. അതെങ്ങനെയാ ചെയ്യുക? ഇസ്രായേലിനെതിരെ നീ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു നിലപാടിന്റെ, ഒരു ആശയത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ആശയത്തെ, ആ നിലപാടിനെ ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ അത് പറഞ്ഞതിന്റെ പേരിൽ നിന്നെ ഇല്ലാതാക്കാൻ, നിന്നെ തളർത്താൻ, നിന്നെ ആക്രമിക്കാൻ ആരെങ്കിലും വരുന്നുണ്ട് എങ്കിൽ അവരിൽ നിന്ന് നിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റുന്ന നല്ല ആൺകുട്ടികളുള്ള നാടും കൂടിയാണിത്. ആ ആശയത്തെ രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ നിൽക്കുന്ന ചങ്കൂറ്റമുള്ള ആൺകുട്ടികൾ ഇവിടെയുണ്ട്. അതാരാണെന്ന് പറയാൻ തൊപ്പി നീ തയ്യാറാവണം. നിന്നെ ആ പേടിപ്പിച്ച വ്യക്തി ആരാണെന്ന് ജനമറിയട്ടെ, ജനം കേൾക്കട്ടെ, പൊതുസമൂഹം അയാളെ പിച്ച് ചീന്തട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നീ പറഞ്ഞിട്ടുണ്ട് റീച്ചിന് വേണ്ടിയിട്ടാണെന്ന്. നിനക്ക് യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ സമാനമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ. ഈ അടുത്ത് കുറച്ച് ആക്റ്റീവ് ആയില്ല എന്നുള്ള ഒരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റവന്യൂയും യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ തന്നെയാണ്. എനിക്ക് നിലപാടുണ്ട്. ആ നിലപാട് എവിടെയും എപ്പോഴും പറയാൻ ഞാൻ തയ്യാറാകും.